Hi, good morning. In the working day, I have a Anjara Kanjuta. I have a breakfast lunch, the Varla like in Dagram. Could tell exam start a rai. Adinda the curriculum and the carrying like in breakfast lunch preparation and the carrying like a wagon in Dakam. In the Lamella Cadala, Velatilito and Dairu. Could the comment to cooker letter to eat. കുറച്ച് സമയം എടുക്കുന്നതല്ല വെള്ളക്കടല പിന്നെ കറുത്ത കടലിനേക്കാളും വേഗം വേവുമല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേവാൻ ആവശ്യത്തിന്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ബാക്കിയൊക്കെ പിന്നെ നമുക്കത് വെന്തതിന് ശേഷം ചേർക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. അതിന് വെളുത്തുള്ളിക്ക് ഓൾറെഡി തൊലി കളഞ്ഞതിരിക്കുന്നുണ്ടായിരുന്നു, അത് തന്നെ എളുപ്പമായി. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി അതിലേക്ക് ചേർക്കണത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് അരച്ചെടുക്കുക ചെയ്യണം. അപ്പോൾ എളുപ്പമാണല്ലോ, അല്ലാതെ നന്നായി വഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോളയും കൂടി നമുക്ക് ഇതിലേക്ക് മുറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇതേ കണ്ടോ, നമ്മുടെ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർക്കാമായിരുന്നു. ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ അധികം എരിവ് കാര്യങ്ങളൊന്നും വേണ്ട, കുട്ടികൾക്ക് ഇപ്പോൾ ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഈ അരച്ചെടുത്ത ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തി കുഴക്കാം. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതിലത്തെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. പച്ചമുളക് അപ്പോഴാണ് നന്നായി മാറി വരുന്നത്. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ കുഴച്ചെടുത്തിരുന്നു. ഗരം മസാല തീർന്നിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗരം മസാല ഉണ്ടാക്കാം. പെരുംജീരകമാണ് കൂടുതലായിട്ട് ചേർക്കാറ് ഗരം മസാലയിൽ. പിന്നെ നമുക്ക് ജാതിക്ക ഉണ്ടല്ലോ, ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ കഷ്ണം, ഒരുപാട് വേണ്ട. ഏലക്കായ, കരയാമ്പൂ, കറുകപ്പട്ട,
പിന്നെ എന്താ തക്കോലം കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ജാതിപത്രിയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇത് വളരെ ചെറിയൊരു കഷ്ണം തന്നെ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കാം. പിന്നെ ഗരം മസാലയ്ക്ക് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാതിരിക്കുന്നത് നല്ലത്. ആവശ്യത്തിന് മീൻസ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ല ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ നന്നായിട്ട് വരും. ഇത് തവ ചൂടായിട്ട് ചപ്പാത്തി നമുക്ക് അതിലേക്ക് ഇട്ടുള്ളൂ. ഈ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമ്മുടെ ഗരം മസാല ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച്, പിന്നെ മല്ലിപ്പൊടി. ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. കടല റെഡി ആയിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. ഗരം മസാല ആണെങ്കിലും റെഡി ആയി വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ചപ്പാത്തി ഒരു ഭാഗം റെഡി ആയിട്ട് വന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ചപ്പാത്തി റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പമാണ്. കറി ഇപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. കടല വന്നിട്ടില്ലല്ലോ. അപ്പോൾ കടലിട്ടിട്ട് പിന്നെ എന്താ പറയുക, ഈ ഒരു പച്ചമണം മാറാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അടച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടല ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. വെന്തുണ്ട് കടല നന്നായി. ഇത് നമ്മുടെ അപ്പം റെഡി. വെന്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ബാക്കിയുള്ള അപ്പം ഉണ്ടാക്കാം. നമുക്ക് ഗരം മസാലയൊക്കെ തണുത്ത് വന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഗരം മസാല റെഡി. അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കസൂരി മേത്തി ഉലുവയുടെ ഉണങ്ങിയ ഇലയുണ്ടല്ലോ, അത് കുറച്ചെടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് നല്ല ക്രിസ്പിയായിട്ട് മാറും. അതിനുശേഷം ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെൽത്തിയുമാണത്. ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാല. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഈ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്കൊരു നാരങ്ങ നീര് കുറച്ച് ഒഴിക്കാം. അതുപോലെ കടലക്കറിയുടെ കുറച്ച് ഭാഗം നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന കടലക്കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം നേരമൊന്നുമില്ല കൂടുതലിട്ട് തിളപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പോഴാണ് ഒരു ടേസ്റ്റ് കാര്യങ്ങളും മസാലയും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് വരും. ഭയങ്കരമായിട്ട് ഉടയ്ക്കണ്ട, പക്ഷെ ചെറുതായിട്ടൊന്നും പിന്നെ കുറുകി വന്നോളും. കണ്ടോ, നമ്മുടെ കടലക്കറി അടിപൊളിയായിട്ട് റെഡി ആവട്ടെ. ഇനിയിപ്പോൾ ഈ കടലക്കറിയിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ അടിപൊളി വെള്ളക്കടല മസാല റെഡി. ഈ അപ്പം കൂടി റെഡി ആയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ചപ്പാത്തി ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി മാവുണ്ട്, മുഴുവൻ ഉണ്ടാക്കിയൊന്നും കഴിഞ്ഞിട്ടില്ല ചപ്പാത്തി. പക്ഷെ എനിക്കിപ്പോൾ ഇത്രയേ ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പോൾ കുട്ടികൾ പോണോടുകൂടി പാനുപെണ്ണും പോവും, ഓഫീസിൽ പോവും. ഉച്ചയ്ക്ക് ലഞ്ചിനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി എനിക്കിപ്പോൾ. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. കുട്ടികൾ പോണോടുകൂടി ഞാനും ജിമ്മിൽ പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നന്ദുതേ റെഡി ആയിട്ട് വന്നു. നന്ദുവിനെ അപ്പം കടലക്കറി. അപ്പോൾ സ്നാക്കിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഡേറ്റ്സ് മതി എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും വെക്കണോ? നട്ട്സ് വെക്കണോ? ഫോർക്ക് വെക്കണോ? നട്ട്സ് വെക്കണോ? ബദാം എങ്ങാനും വെക്കണോ ഡേറ്റ്സിൻ്റെ കൂടെ വെക്കാൻ? കൂടുതൽ രണ്ട് ടൈപ്പ് ഡേറ്റ്സ് ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഡേറ്റ്സ് ആട്ടാ. ഈ കിമി ഉണ്ടല്ലോ, ഫ്രഷ് ഡേറ്റ്സ്. കൊഴലപ്പ ഇനിയാ നീ കഴിക്കില്ല, എത്ര അധികമൊന്നും കഴിക്കില്ല. ഒരാളുടെ സ്നാക്ക് കുഴലപ്പമാണ്. അപ്പോൾ സ്നാക്ക് റെഡി.